ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളോടൊരു കാര്യം പറയാനാണ്. ഞാനൊരു മോട്ടിവേഷണൽ അതായത് മോട്ടിവേഷൻ നമുക്ക് ലൈഫിൽ മോട്ടിവേറ്റ് ആവാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതാണ്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ കാര്യം പറയാം. അപ്പോൾ എനിക്ക് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചു ഡിപ്രഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ആ ഒരു വിഷമങ്ങളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമുക്കൊരു റിലീഫ് ആവുക, സ്ട്രെസ് ഫ്രീ ആവുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു റിലാക്സേഷൻ കിട്ടുക, ഒരു എനർജി കിട്ടുക, അതൊക്കെ ഒരു ലൈഫിലൊക്കെ ഭയങ്കര നമ്മുടെ ലൈഫിനെ കുറച്ച് സ്മൂത്ത് ആക്കുന്ന പരിപാടികളാണ് അല്ലേ. ഒരു ഒരാൾ നമ്മളെ മോട്ടിവേറ്റ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത് ഒരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ കൂടിയും നമ്മളും സ്വയം വിചാരിക്കണം നമ്മൾ മാറണം എന്നുള്ളത് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ മോട്ടിവേഷൻ കേട്ടു ഓക്കെ, നമുക്ക് കുറച്ച് ചെയ്യാം, പക്ഷെ അത് ചെയ്യണം. നമ്മൾ പ്രാവർത്തികമാക്കിയാൽ തന്നെയാണ് നമ്മുടെ ലൈഫ് സ്മൂത്ത് ആവുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു കുറേ മോട്ടിവേഷൻ കേട്ടു, അത് പിന്നെ വിട്ടു, അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ തന്നെ സ്വയം വിചാരിച്ച് നമ്മൾ തന്നെ മാറിയെങ്കിൽ മാത്രമാണ് ലൈഫിൽ നമുക്കൊരു ഈസി അല്ലെങ്കിൽ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ സക്സസ് വോട്ടെവർ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കുറച്ച് മോട്ടിവേറ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതാണ്. ബിക്കോസ് എനിക്കിഷ്ടമാണ് മോട്ടിവേഷണൽ ടോക്സുകൾ, എനിക്കൊരുപാട് ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് കേൾക്കാറുണ്ട്. നമ്മുടെ യൂട്യൂബിൽ തന്നെ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കേഴ്സിൻ്റെ കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ ഭയങ്കര രസമാണ് കേൾക്കാൻ, ചിലത് പക്ക ഒരു ഇതിലായിട്ടാണ് പറയാം. പക്ഷേ നമുക്കെപ്പോഴും എന്താ പറയുക, പക്ഷെ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇരുന്ന് ആലോചിക്കുമ്പോൾ, നമ്മൾ ഇരുന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എനർജി നമ്മുടെ ഉള്ളിൽ തന്നെ തോന്നാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. ഇതെല്ലാം ശരിയാണ്, ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ശരിയാണ്, അത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, എൻ്റെ ലൈഫിൽ അങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ അത് മാറ്റണം എന്നൊക്കെ നമുക്ക് സ്വയം തോന്നും. അതാണ് ഒരു മോട്ടിവേഷണൽ ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. സോ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അത് ഇഷ്ടമാവും എന്ന് ഞാൻ കരുതാണ്. അപ്പോൾ ഞാൻ ഇനി ഇതിൽ കുറച്ച് മോട്ടിവേഷനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നുണ്ട്. അത് ഏത് ലാംഗ്വേജിൽ വേണം എന്നുള്ളത് മാത്രമാണ്. അത് ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ ഏത് വേണം എന്നുള്ളതാണ്. ബിക്കോസ് ഇംഗ്ലീഷിലാകുമ്പോൾ ഹോൾ ദ വേൾഡിന് അത് മലയാളം എന്ന് പറയുമ്പോൾ നമ്മുടേതായ ആൾക്കാർക്ക് മാത്രമേ. ഇംഗ്ലീഷ് ആകുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഉപകാരപ്രദമാകുന്ന കാര്യമാണ്. അപ്പോൾ അതേത് വേണമെന്നുള്ളത് നിങ്ങൾ തന്നെ ചോയ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം വിത്ത് മോട്ടിവേഷണൽ ടോക്ക്. ഓക്കെ, ബൈ.